ഒരിക്കൽ ഒരാൾ തൻ്റെ ഭവനം വിൽക്കാനായിട്ട് തീരുമാനിച്ചു. തൻ്റെ സുഹൃത്തിനോട് ഇക്കാര്യം അദ്ദേഹം പറയുകയും അങ്ങനെ വളരെ വില കുറഞ്ഞ് കൊടുക്കുന്നതിനാൽ സുഹൃത്ത് ഇദ്ദേഹത്തിൽ നിന്ന് ഈ ഭവനം മേടിക്കാനും തീരുമാനിച്ചു. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ ഒരു നിബന്ധനയുണ്ട്. തൻ്റെ ഭവനം വിൽക്കുമ്പോൾ ആ ഭവനത്തിനുള്ളിലുള്ള എല്ലാ സാമഗ്രികളും, ഫർണിച്ചറുകളും, എല്ലാ സാമഗ്രികളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. താൻ ഉപയോഗിച്ചിരുന്ന മുറിയിൽ ഒരു ആണി അടിക്കാനും ആ ആണിയുടെ അവകാശം എനിക്ക് സ്വന്തമാക്കാനുള്ള അവസരം നൽകണമെന്ന് ഈ വാങ്ങുവാനായിട്ട് വന്ന സുഹൃത്തിനോട് ഇദ്ദേഹം പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം സമ്മതിച്ച് കരാറിൽ ഒപ്പിട്ട് ഭവനം കൈമാറുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഭവനം വിറ്റ സുഹൃത്ത് തിരികെ ഭവനത്തിലേക്ക് വന്നിട്ട് ആ മുറിയിൽ കയറി അദ്ദേഹം ആ ആണിയിൽ ഒരു സഞ്ചി തൂക്കി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഈ ഭവനത്തിലേക്ക് വരികയും അത് ഈ ഭവനം വാങ്ങിയ സുഹൃത്തിന് അരോചകമായിട്ട് മാറുകയും തുടങ്ങി. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. പിന്നെ ആദ്യ തവണ സഞ്ചി തൂക്കിയ ഈ സുഹൃത്ത് രണ്ടാമത് വരുന്നത് ചീഞ്ഞ കുറച്ച് സാമഗ്രികൾ കൊണ്ടാണ്. അതുകൊണ്ടുവന്ന് ഈ സഞ്ചിക്കകത്ത് അദ്ദേഹം നിക്ഷേപിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവർ തമ്മിലുള്ള ധാരണ പ്രകാരം സുഹൃത്തുക്കൾക്ക് പരസ്പരം കരാറുകൾ ലംഘിക്കാനും സാധിക്കുകയില്ല. അങ്ങനെ ഒന്നാമത്തെ സുഹൃത്തിൻ്റെ നിരന്തരമായ ശല്യം സഹിക്കവയ്യാതെ ഈ ഭവനം വാങ്ങിയ സുഹൃത്ത് ഈ ഭവനം അത് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളും ഇങ്ങനെയാണ്. പലതും നമ്മൾ നേടിയെടുക്കും, പലതും നമ്മൾ വിട്ടുകൊടുക്കും. ചില പ്രശ്നങ്ങൾക്ക് ചില ആണികളാണ് കാരണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തി ആ ആണികൾ ആവശ്യമുള്ളതാണോ, വേണ്ടതാണോ, വേണ്ടാത്തതാണോ എന്ന് മനസ്സിലാക്കി അത് മാറ്റുമ്പോഴാണ്, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുമ്പോഴാണ് ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.